കെ ആന്റണി നിലപാടുകൾ കൊണ്ട് എപ്പോഴും ശ്രദ്ധേയനായിരുന്നു എങ്കിലും അദ്ദേഹം പ്രായോഗിക രാഷ്ട്രീയത്തിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വലിയ സംഭാവനകളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിൽക്കാലത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പലപ്പോഴും പ്രായോഗികമായ ഒരുപാട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ 78-ന് ശേഷം കോൺഗ്രസ് പിളർന്നപ്പോൾ അദ്ദേഹം അന്ന് ഇന്ദിരാഗാന്ധിയുമായിട്ട് അടിയന്തരാവസ്ഥയുടെ കാര്യത്തിൽ പിണങ്ങി നിന്നിരുന്ന അദ്ദേഹം കോൺഗ്രസ് പിളർന്നപ്പോൾ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്നില്ല. അത് ഞങ്ങളൊക്കെ അന്ന് ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്നവരാണ്. കോൺഗ്രസ് ഐ വിഭാഗത്തിൽ ശ്രീ കെ കരുണാകരനോടൊപ്പം. കെ ആന്റണി ദേശീയ തലത്തിൽ നിന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി പിളർന്നപ്പോൾ പിന്നീട് അതിൻ്റെ പ്രസിഡൻ്റായി വന്ന ദേവരാജ അരസിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൽ നിന്നും അത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും വിട്ടു. അദ്ദേഹം പിന്നീട് അദ്ദേഹം സ്വതന്ത്രമായ കേരളത്തിൽ കോൺഗ്രസ് ആന്റണി വിഭാഗം, ഇന്ന് കേൾക്കുന്ന ഈ കോൺഗ്രസ് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ആന്റണി വിഭാഗം കോൺഗ്രസ്സായി നിന്നു എന്ന് മാത്രമല്ല, എന്നിട്ട് അദ്ദേഹം അന്ന് ഇടതുപക്ഷ മുന്നണിയുമായി ചേർന്നു. അദ്ദേഹത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം ഇടതുമുന്നണിയുമായി CPM-മായി ചേർന്നത്. ആ CPM-മായിട്ടുള്ള യോജിച്ചുള്ള പോക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കെ ആന്റണിയുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിലൊന്നായിട്ട് പിൽക്കാലത്ത് നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ കെ ആന്റണി ആയതുകൊണ്ട് മാത്രമാണ് CPM-ൻ്റെ കയ്യിൽ അങ്ങനെ പോയി ഒരു വലിയ ജനവിഭാഗത്തെ കൂടെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു വലിയ അണികളെ കൂടെ അവിടെ കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് വലിയ പരിക്കില്ലാതെ തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് ആന്റണി മാത്രമായിരിക്കും. എന്തായാലും 80 മുതൽ 82 വരെയുള്ള നിയമസഭയിൽ, മന്ത്രിസഭയിൽ അവരൊന്നിച്ചായിരുന്നു ഭരണം. പക്ഷെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കെ ആന്റണി വളരെ കൃത്യമായി അവിടെ നിന്ന് പുറത്തു ചാടി വീണ്ടും കോൺഗ്രസ്സിൽ വന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിൽ വന്ന് ലയിക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് പിൽക്കാലത്ത് പറയുന്നത് കെ ആന്റണിയുടെ ആ ഒരു വലിയ ബന്ധം, കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തോടൊപ്പം നിന്ന ആളുകളുടെ ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള റിലേഷനും, അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു ജനാധിപത്യ സ്വഭാവമുണ്ട്. അതാണ് കെ ആന്റണിയുടെ വലിയൊരു പ്രത്യേകത. അദ്ദേഹം എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്യും. അതുമായി ബന്ധമുള്ള പ്രധാന എല്ലാ ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം അഭിപ്രായ രൂപീകരണം നടത്തുന്നു. തീരുമാനമൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെയായിരിക്കും. തീരുമാനമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അദ്ദേഹം തീരുമാനത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ അതിനു മുമ്പ് കൺസൾട്ടേഷൻ നടത്തും വ്യാപകമായിട്ട് എല്ലാവരുമായിട്ട്. അത് വലിയവരൊന്നും ചെറിയവരൊന്നുമില്ല. വളരെ ചെറിയ തോതിലുള്ള ആളുകൾ വന്നാലും അവരെ വിളിച്ചെടുത്തും അവരോട് ചോദിക്കും, കാര്യങ്ങൾ സംസാരിക്കും. എന്ന് വെച്ചാൽ എല്ലാ വിഭാഗം ആളുകളുടെയും അഭിപ്രായം അദ്ദേഹം എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. കെ ആന്റണിയെ പല രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതാണ് അദ്ദേഹത്തെ പോലെ കേൾവിക്കാരനായിട്ടുള്ള ഒരു നേതാവ് ഇന്ന് വളരെ ചുരുക്കമാണ് രാഷ്ട്രീയത്തിൽ. ഇന്നത്തെ പല നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ദോഷം, ഇവരാരും കേൾക്കാൻ തയ്യാറല്ല. സംസാരിക്കാനോ ആര് സംസാരിച്ചാലും അത് കേൾക്കാനോ ക്ഷമ പോലും കാണിക്കാത്തവരാണ് പലരും. ഇന്ന് അവരുടേത് വലിയ ഡ്രോബാക്ക്, ഓരോരുത്തരുടെ സ്വഭാവമാണ്. പക്ഷേ കെ ആന്റണിയുടെ ഏറ്റവും വലിയ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കേൾക്കാനുള്ള ഒരു മനസ്സ്. നല്ല കേൾവിക്കാരനാണ്. അക്ഷരം മിണ്ടാതിരുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ എന്ത് പറഞ്ഞാലും മുഴുവൻ കേൾക്കും. പക്ഷെ ആ കേൾക്കുന്നതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ആ കഴമ്പ് അദ്ദേഹം നേരെ അദ്ദേഹം സ്വീകരിച്ചിരിക്കും. പക്ഷെ അത് പുറത്ത് നമ്മളോട് പ്രകടിപ്പിക്കാൻ, അത് ഞാൻ അദ്ദേഹത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. അതുപോലെ തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ ഇത്ര കൃത്യമായി ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പുകൾക്ക്, പ്രചരണങ്ങൾക്ക് സംസാരിക്കുന്ന മറ്റ് നേതാക്കന്മാർ അധികം പേരെ ഞാൻ കണ്ടിട്ടില്ല. കെ ആന്റണിയുടെ പ്രസംഗം വളരെ ഹ്രസ്വമായിരിക്കും, ചെറിയ വാക്കുകളിലായിരിക്കും. പക്ഷേ ആ ഓരോ വാക്കും അളന്നു കുറിച്ചുള്ളതായിരിക്കും. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കെ ആന്റണിയുടെ യോഗം, അതിന് ശേഷവും വർഷങ്ങൾ, ഇന്ന് പോലും ഒരു വലിയ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പകുതി സമയമാകുമ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ പുതിയ യോഗങ്ങൾ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യോഗത്തിൽ തന്നെ അദ്ദേഹം പുറത്തു കൊണ്ടുവരുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ, അതായിരിക്കും ആ തെരഞ്ഞെടുപ്പിൻ്റെ പിന്നീടുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് പോലും മാറ്റിക്കളയും.
അന്ന് വരെയുള്ള പ്രചരണത്തിൻ്റെ ആ രീതി തന്നെ അദ്ദേഹം പുതിയ വിഷയങ്ങൾ എന്ന് വെച്ചാൽ കൂടുതൽ ജനങ്ങളെ സ്പർശിക്കുന്ന ജനകീയ വിഷയങ്ങൾ, ജനങ്ങൾ ശ്രദ്ധിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ വളരെ കാതലായ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ ട്രെൻഡ് മാറ്റും. അപ്പോൾ അദ്ദേഹം എല്ലാ കാലത്തും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ട്രെൻഡ് സെറ്ററാണ്. വലിയ ഒറേറ്ററാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം വലിയ പ്രാസംഗികനൊന്നുമല്ല. അങ്ങനെ വലിയ പ്രാസംഗങ്ങൾ വെച്ച് അല്ലെങ്കിൽ പൊടുപ്പും തൊങ്ങലും ഒക്കെ വെച്ച് വലിയ കഥാ പ്രസംഗം നടത്തുന്ന പോലും അദ്ദേഹം പ്രസംഗിക്കാറില്ല. പക്ഷേ ടു ദ പോയിന്റ്, ഓരോ കാര്യങ്ങളെ മനസ്സിൽ തൊടുന്നത് പോലെ അദ്ദേഹം ജനങ്ങളുമായിട്ട് സംവേദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രത്യേകത ആളുകളോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഓരോ വിഷയങ്ങൾ അവരുടെ മുമ്പിലേക്ക് എടുത്തിടുകയാണ്. അത് അവരുടെ മനസ്സിൽ പുതിയ ചിന്തകൾ ഉണ്ടാക്കുകയാണ്. അന്ന് വരെ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണകളെ മാറ്റിക്കുറിക്കുകയാണ്. അപ്പോൾ അത് എ കെ ആന്റണിക്കുള്ള ഒരു വലിയ കഴിവാണ്. എ കെ ആന്റണിയൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ നേതാവായത് എന്ന് ചിലപ്പോൾ ഇപ്പോൾ ഈ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ, എനിക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ചില എഴുത്തുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവരൊക്കെ എന്ത് മനസ്സിലാക്കിയിട്ടാണെന്ന്. അദ്ദേഹത്തിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയതാണ്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ, കേരളത്തിലെ പുതിയ പൊതു സമൂഹത്തെ ഒക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള നേതാവാണ് അദ്ദേഹം. നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാർ പലരെയും കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്താണ് നമ്മുടെ സമൂഹത്തിന് എന്ന് ചോദിച്ചാൽ പലരുടെയും കാര്യത്തിൽ വട്ടപൂജ്യമാണ്. അവരെ ഓർത്തിരിക്കാനുള്ള പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എ കെ ആന്റണി എന്ന് പറയുന്ന ആള് കേരളത്തിലെ ഒരു കാലഘട്ടത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന പുതിയ തലമുറയെ, അന്നത്തെ കാലത്തെ തലമുറയെ പിടിച്ചു നിർത്തി അവരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു. അവരിൽ പുരോഗമന സ്വഭാവം ഉണ്ടാക്കി, അവരിൽ സോഷ്യലിസ്റ്റ് മനോഭാവം ഉണ്ടാക്കി, അവരിൽ സെക്യുലർ മനോഭാവം ഉണ്ടാക്കി, അവരെ മനുഷ്യരാക്കി മാറ്റുന്ന കാര്യത്തിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് അതെത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രമാത്രം എന്നെ സ്പർശിച്ചിട്ടുള്ളതാണ്. പിൽക്കാലത്ത് കോൺഗ്രസിനകത്ത്, ഗ്രൂപ്പിനകത്ത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ പിന്നീട് നിന്നിട്ടൊന്നുമില്ല. ഞാൻ എപ്പോഴും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള ആളാണ്. പക്ഷേ അന്നും എൻ്റെ ഉള്ളിൽ ചെറുപ്പത്തിൽ അദ്ദേഹത്തിനോട് തോന്നിയിട്ടുള്ള സ്നേഹവും അദ്ദേഹത്തോട് തോന്നിയിട്ടുള്ള പ്രത്യേകമായ ആദരവും അതിനൊരിക്കലും കുറവ് വന്നിട്ടില്ല എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ അത്രമാത്രം എന്നെ പോലെയുള്ള ഒരു തലമുറയെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ്.